പശുക്കൾ കാരണം സ്മിത കാണുന്നില്ലല്ലോ ഹെവി പശുക്കള്, കടിഞ്ഞുല് പശുക്കള്, രണ്ട് പല്ല് കുട്ടികള്, പല്ല് വെക്കാത്ത കുട്ടികള്, അങ്ങനെയുള്ള പശുക്കളൊക്കെയാണ് നമ്മുടെ എടുത്ത്. നമ്മളിപ്പോ കുറച്ചെണ്ണത്തിന്റെ നാട് വെളിയിലോട്ട് നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ഷെഡ് തോണ്ടാക്കാണ്, അതിനകത്ത് നമുക്ക് കുറച്ചെണ്ണം നിർത്തിയിട്ടുണ്ട് നമ്മൾ, അല്ലെ? നമ്മളിപ്പോൾ ഇവിടെ ഇപ്പൊ നമ്മൾ വളാഞ്ചേരിയിലാണ്, നമ്മുടെ കേരളത്തിലെ മലപ്പുറത്ത് വളാഞ്ചേരിയിലുള്ള നമ്മുടെ ശ്രീവിനായക ഫാമിലാണ്. ഓക്കെ, ഇപ്രാവശ്യം വന്നിരിക്കുന്ന പശുക്കളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്, വിശേഷങ്ങൾ എന്തൊക്കെയാണ്, വിലഭാഗം? വേറൊരു കാര്യം പറയാണ്ട് ശ്യാം ചേട്ടാ, കാരണം ഇറക്കുന്ന പശുക്കള് നിറയെ പശുക്കള് വരുമ്പോ വീഡിയോ എടുക്കാൻ വിചാരിക്കും. പക്ഷെ നമുക്ക് പശുക്കളെ ഇറക്കുന്നതൊക്കെ എങ്ങനെ കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും പറയാം ഒരു 50 പശുക്കളെ നിർത്തിയിട്ട് ഒരു വീഡിയോ എടുക്കണുള്ളതാണ്. പക്ഷെ എത്തുന്നതിന് മുമ്പ് എത്തുന്നോണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യത്തില്ല. നമ്മൾ എന്തെങ്കിലും ഓക്കെ അടുത്ത ഞായറാഴ്ച 50 പശുക്കളെ നമുക്ക് ഫുള്ളായിട്ട് കാണിക്കുന്ന വിചാരിക്കും. പക്ഷെ അന്നേരം വരുമ്പോൾ അപ്പോഴത്തേക്ക് ആൾക്കാർ വന്ന് ശനിയാഴ്ചയോ എപ്പോഴും ആൾക്കാർ ഇപ്പൊ ഡെയിലി വരികയാണല്ലോ, ഡെയിലി വന്ന് നമുക്ക് കച്ചവടമാണ്. അതെ, അവർക്ക് എപ്പോ സമയം കിട്ടും അന്നേരം വിളിക്കും, അന്നേരം വീഡിയോ ഇട്ട് കൊടുക്കും. കസ്റ്റമേഴ്സ് വന്നവർ വീണ്ടും വരുന്നുണ്ട്, വന്നവരിലൂടെ നമുക്ക് വീണ്ടും വീണ്ടും കച്ചവടങ്ങൾ വരുന്നുണ്ട്. എനിക്ക് വന്നവർ വീണ്ടും വരുമ്പോ അവര് വീഡിയോ കോളാ കൂടുതലല്ലേ, കൂടുതൽ വീഡിയോ കോൾ എടുക്കുന്നത്. ഒരു തവണ വന്നവര് പിന്നീട് വീഡിയോ കോളിലൂടെയാണ് കൂടുതൽ എടുക്കുന്നത്. പിന്നെ അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇന്നാളുടെ എടുത്തിട്ട് പോയില്ലേ അവരിന്റേതാണ് കണ്ടിട്ട് വന്നവരാണ്. അതെ അതെ, തീർച്ചയായും. അപ്പൊ നമുക്ക് അടിപൊളി സാധനങ്ങൾ നമ്മുടെ കൃഷ്ണഗിരി പശുക്കളല്ലേ, കൃഷ്ണഗിരി ഒറിജിനൽ കൃഷ്ണഗിരി പശുക്കള്, പിന്നെ അതുപോലെ തന്നെ ഒറിജിനൽ മുട്ട പശുക്കള് അല്ലെ, ഒറിജിനൽ മോഴ പശുക്കളാണ്. ഇതാണ് ഇപ്പൊ നമ്മള് കുറച്ചെണ്ണത്തിന്, അതായത് നമുക്ക് ഇത് നിൽക്കുന്ന കടിഞ്ഞൂലും എത്രാമത്തെ വർഷം കടിഞ്ഞൂലും, ഇതെല്ലാം കടിഞ്ഞൂലാണ്, മൊത്തം കടിഞ്ഞൂലാണ്. ഇവള് കടിഞ്ഞൂലാണ്. ഇവളൊക്കെ ഹെവി, ഇതിലും ഹെവി പശുക്കളും സഹിവാളൊക്കെ ഉണ്ടായിരുന്നു. നല്ല കിഡിലും സഹിവാളുകൾ തന്നെ കുറെ എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇറക്കുന്ന അപ്പ ആ സ്പോട്ടിൽ ഇതൊക്കെ ഇത്രയും സൈസ് കടിഞ്ഞൂലെന്ന് പറയുമ്പോ അല്ലേ, കടിഞ്ഞൂൽ പശുവാണ് ഈ കാണുന്നത്. ഇതിപ്പോ എത്ര മാസം ഉണ്ട് ഇത്? ഇത് ഇനി പ്രസവിക്കാൻ ഒരു 1.5 മാസം. ഇല്ല, അതല്ലേ നമുക്ക് യാത്ര ചെയ്യിക്കാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ റെഡി ആയിട്ട് ഡെലിവറിക്ക് റെഡി ആയി നിൽക്കുന്നവരും ഒരിക്കലും യാത്ര ചെയ്യിക്കാൻ പറ്റില്ല. പിന്നെ പശുക്കൾക്ക് അവർക്ക് ക്ഷീണം ഇതുണ്ടാവില്ല, മനുഷ്യനെ പോലെ തന്നെയാണല്ലോ പശുക്കളും. അതെ. അപ്പൊ നിങ്ങൾ ഈ കടിഞ്ഞൂൽ പശുക്കളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് വീടുകളൊക്കെ പോയിട്ട് എന്ത് ഇതിലെടുക്കുന്നത്, എന്ത് കാര്യങ്ങൾ അവിടെ പറയാറുള്ളത് കടിഞ്ഞൂലിനെ എടുക്കുമ്പോൾ? ഏത് പശു ആണെങ്കിലും കടിഞ്ഞൂലല്ല, രണ്ടാം പ്രസവം അല്ല, ഏത് നമ്മൾ എടുക്കുകയാണെങ്കിലും നമ്മൾ ഒരേ കാര്യം അവരോട് പറയുന്നത് കാമ്പ് ഗ്യാരണ്ടി തരണം, പാല് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. എന്നാലും ചില ആളുകൾ ഇപ്പോഴും പറയും പാൽ എത്ര കിട്ടും, 65,000. അല്ല, ഞാൻ പറയുമ്പോ 65,000 മുതൽ പശു ഉണ്ട്, 1.30 വരെ പശു ഉണ്ട് പറയുമ്പോ 65-ന് എത്ര പാല് കിട്ടും, 1-ന് എത്ര പാല് കിട്ടും, അതറിയേണ്ടത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, വെറുതെ നമ്മള് ഈ കച്ചവടക്കാരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരെന്താ പറഞ്ഞ, ഒരു കച്ചവടം നടക്കാൻ വേണ്ടി അവർ സ്വാഭാവികമായിട്ടും പറയും ഇതിന് 25 കിട്ടും, ഇതിന് 30 കിട്ടുന്നു. അതൊരിക്കലും നമ്മൾ വിശ്വസിക്കുകയും പാടില്ല. കാരണം അത് കറന്ന് നോക്കി നമ്മുടെ അടുത്ത് ഒരു 20 ദിവസം പ്രസവിച്ച് നമ്മുടെ അടുത്ത് 20 ദിവസം നിന്ന പശു ആണെങ്കിൽ കറന്ന് നോക്കി ഇത്ര ഉണ്ട് എന്ന് പറയാം. വെറുതെ നമ്മളൊരു അസംഷനിൽ ഇപ്പൊ ഇത് 30 കിട്ടും 40 കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം ഞാൻ അനുഭവം കൊണ്ട് പറയുന്നതാണ്.